കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ അട്ടിമറി കുറ്റിപ്പുറത്ത് 1996 തെരഞ്ഞെടുപ്പിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ കെ.ടി. ജലീൽ തോൽപ്പിച്ചാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഇതേ സമയത്ത് ഇവിടെ ഇരുന്ന് പറഞ്ഞാണ്. നിങ്ങൾ കണ്ടു കാണും എന്ന് വിചാരിക്കും. കാണാത്തവർക്ക് കാണാൻ ഇനിയും സമയമുണ്ട്. അതിനോട് കിടപിടിക്കുന്ന ഒരു അട്ടിമറി, ഒരുപക്ഷെ അതിനെ കവച്ചു വെക്കുന്ന, അതിനേക്കാൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൈവന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ. അത് കേരള പിറവിക്ക് ശേഷം ആദ്യമായിട്ട് നടന്ന തെരഞ്ഞെടുപ്പ് 1957 പൊതു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിലെ ഹെവി വെയിറ്റ് താരമായിരുന്നു സാക്ഷാൽ പട്ടം താണുള്ള തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച് കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രനായിരുന്ന എസ് ഈശ്വരയ്യരോട് തോറ്റ സംഭവമാണ്. പട്ടം താണുള്ള സാർ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനൊന്നും ആയിരുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ ഇതിഹാസ താരങ്ങൾ എന്ന് പറയാവുന്ന 3 പേരുണ്ടായിട്ടുണ്ട്. ലോക ഫുട്ബോളിലും 3 ഇതിഹാസ താരങ്ങളുണ്ടായിട്ടുണ്ട്. ഒരാൾ ഫെറങ്ക് പുഷ്കാസ് ആയിരുന്നു, മറ്റത് പെലെയായിരുന്നു, മൂന്നാമത്തെ മറഡോണയായിരുന്നു എന്ന് പറഞ്ഞ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഇതിഹാസ താരങ്ങൾ എന്ന് പറയുന്നത് 1 പട്ടം താണുപിള്ളയാണ്, 2 EMS നമ്പൂതിരിപ്പാടാണ്, 3 കെ കരുണാകരൻ. ഈ ഫെറങ്ക് പുഷ്കാസിനോട് പലതരത്തിലുള്ള സാദൃശ്യമുള്ള ആളാണ് പട്ടം താണുപിള്ള. അദ്ദേഹം സ്വാതന്ത്ര്യപൂർവ്വ കാലത്ത് തിരുവിതാംകൂർ നിയമസഭയിലെ ഒരു താരമായി. സജിവോത്തമൻ സാർ CP-ക്കെതിരായിട്ടും മഹാരാജാവ് പൊന്നു തിരുമേനിക്കെതിരായിട്ടും ഒക്കെ എതിരെ നിരന്തരമായി ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്ന ആളാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സ്ഥാപക പ്രസിഡന്റായിരുന്നു. 1928 മുതൽക്ക് നിയമസഭയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. തിരുവനന്തപുരത്ത് ഏറ്റവും ശക്തനായ, ഏറ്റവും ജനസ്വാധീനമുള്ള ഒരു നേതാവുമായിരുന്നു. 1948 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 48 തിരുവിതാംകൂർ പ്രധാനമന്ത്രി, അന്ന് തിരുവിതാംകൂറിൽ മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രി. പിന്നീട് അദ്ദേഹം തിരുക്കൊച്ചി സംസ്ഥാനത്ത് വന്നപ്പോൾ തിരുവിതാംകൂർ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം അവിശ്വാസ പ്രമേയം വന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ടായിരുന്നു. പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർത്തു. പിന്നീട് PSP ആയിട്ട് മാറി. സോഷ്യലിസ്റ്റ് പാർട്ടി PSPയിൽ ലയിച്ചപ്പോൾ അദ്ദേഹം PSP. പിന്നീട് അദ്ദേഹം PSP സ്ഥാനാർത്ഥിയായിട്ട് 1952 54 തെരഞ്ഞെടുക്കപ്പെട്ടു. 54 തിരുക്കൊച്ചി മുഖ്യമന്ത്രി. അത് കഴിഞ്ഞ് 56 നിയമസഭ പിരിച്ചുകൊണ്ട് 57 നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും PSP സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് മത്സരിക്കും. അദ്ദേഹം ഒരേ സമയത്ത് നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ട്, പാർലമെന്റിലേക്ക് മത്സരിക്കുന്നുണ്ട്. അതൊക്കെ അന്നത്തെ കാലത്ത് ഒരു ഫാഷനായിരുന്നു. N. ശ്രീകണ്ഠൻ നായർ ഇതുപോലെ കൊല്ലത്ത് നിന്ന് നിയമസഭയിലേക്ക് പാർലമെന്റിലേക്ക് ഒരുമിച്ച് മത്സരിച്ചു. 2ലും ജയിച്ചു. ജയിച്ചപ്പോൾ അദ്ദേഹം പാർലമെന്റ് അംഗത്വം നിലനിർത്തി, നിയമസഭാ സീറ്റ് ഒഴിവായി. അതുപോലെ ചെയ്യാനാണ് പട്ടം താണുള്ള സാർ ഉദ്ദേശിച്ചത്. അദ്ദേഹം 57 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക്, തിരുവനന്തപുരം 2ാം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയ്ക്ക് മത്സരിച്ചു. 1ാം മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വസ്ത സജീവനായിരുന്ന EP ഈപ്പൻ ആണ് മത്സരിച്ചത്. നിയമസഭയിലേക്ക് ഇവർ 2 പേരും ജയിച്ചു. 1ാം മണ്ഡലത്തിൽ ഈപ്പനും ജയിച്ചു, 2ാം മണ്ഡലത്തിൽ പട്ടവും ജയിച്ചു. ലോക്സഭയിലേക്കുള്ള മത്സരത്തിൽ വലിയ മത്സരമായിരുന്നു. അദ്ദേഹം ജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചത്. കാരണം പട്ടം താണുള്ള സാറിനെ തിരുവനന്തപുരത്ത് തോൽപ്പിക്കുക എന്ന് വെച്ചാൽ അസാധ്യമാണ്. അത്രയും ജനകീയനാണ്, അത്രയും ജനപ്രിയനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ ഈ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികളാരും തന്നെ തയ്യാറാവുമായിരുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ തലയെടുപ്പ് അത്ര ഗംഭീരമാണ്, അദ്ദേഹത്തിൻ്റെ താൻപോരിമ, അദ്ദേഹത്തിൻ്റെ വാഗ്ദാടി, അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത അത്ര ഭയങ്കരമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെന്ന് വെച്ചാൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. അരിവാൾ ധാന്യക്കതിർ അടയാളത്തിലൂടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് കണക്കാക്കി അവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. അത് തിരുവനന്തപുരത്തെ അക്കാലത്തെ ഒരു യുവ അഭിഭാഷകനായിരുന്ന, പിൽക്കാലത്ത് കേരള ഹൈക്കോടതിയിലെ അതിപ്രഗത്ഭനായ S. ഈശ്വരയ്യരായിരുന്നു. അങ്ങനെ ഈശ്വരയ്യർ സ്വാമിയെ പട്ടത്തിനെതിരെ മത്സരിപ്പിച്ചു. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ പട്ടവും ഞെട്ടി, ഈശ്വരയ്യരും ഞെട്ടി. 1,21,000 വോട്ടാണ് ഈശ്വരയ്യർ കിട്ടിയെങ്കിൽ ഏതാണ്ട് 1,10,000 വോട്ട് മാത്രമേ പട്ടത്തിന് കിട്ടിയുള്ളൂ. 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ഈശ്വരയ്യർ തിരുവനന്തപുരത്ത് നിന്ന് പാർലമെന്റിലേക്ക് പോയി. 5 കൊല്ലം അദ്ദേഹം MP ആയിട്ട് തുടർന്നു. പിന്നീട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പ്രാക്ടീസ് എറണാകുളത്തേക്ക് മാറ്റി, ഹൈക്കോടതി എറണാകുളത്തേക്ക് വന്നിരുന്നു. ഹൈക്കോടതിയിൽ അതിപ്രഗത്ഭനായ അഭിഭാഷകനായിട്ട് പേരെടുത്തു.
അദ്ദേഹമാണ് പിൽക്കാലത്ത് ഈ കുപ്രസിദ്ധി ആർജിച്ച രാജൻ കേസ് ഹേബിയസ് കോർപ്പസ് പെറ്റീഷനിൽ ഹാജരായി അങ്ങനെ കരുണാകരൻ്റെ മന്ത്രിസഭ രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അത്രയും ഗംഭീരനായ അഭിഭാഷകനായിരുന്നു. ഞാൻ എറണാകുളത്ത് പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് ഈശ്വരയ്യർ സ്വാമി കോടതിയിൽ വന്നിരുന്നു. അപ്പോഴേക്കും അദ്ദേഹം സാമാന്യം അവശനായിരുന്നു. പിന്നെ അധികം വൈകാതെ അദ്ദേഹം അന്തരിക്കുകയാണ് ഉണ്ടായത്. താണപ്പിള്ള സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ജീവിതത്തിലെ ഒരേ ഒരു പരാജയമാണ്. 1928 തുടങ്ങിയതാണ്. 1960 തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം മത്സരിച്ചു. 57 നിയമസഭയ്ക്ക് മത്സരിച്ചു. 60 വീണ്ടും തിരുവനന്തപുരത്ത് മത്സരിച്ചു, വീണ്ടും ജയിച്ചു. അത്തവണ അദ്ദേഹം മൂന്നാമത് മുഖ്യമന്ത്രി. അങ്ങനെ തിരുവിതാംകൂർ സംസ്ഥാനത്തും തിരുക്കൊച്ചി സംസ്ഥാനത്തും കേരള സംസ്ഥാനത്തും മുഖ്യമന്ത്രിയായ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായ ഒരേ ഒരാളെ ഉണ്ടായിട്ടുള്ളത് താണുപിള്ള സാർ. അദ്ദേഹം 1960 വീണ്ടും മുഖ്യമന്ത്രിയായി. 62 അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് ഗവർണറായിട്ട് പഞ്ചാബിലേക്ക് പോയി. പിന്നീട് അവിടുന്ന് സ്ഥലം മാറി ആന്ധ്രാപ്രദേശിലേക്ക് പോയി. ആന്ധ്ര ഗവർണറായിട്ടാണ് അദ്ദേഹം ഔദ്യോഗിക കാലാവധി പൂർത്തീകരിച്ച് പിന്നീട് വിശ്രമ ജീവിതം നയിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം ഉണ്ടായത്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ ഒരു ഇതിഹാസ താരമായി മാറിയ സാക്ഷാൽ പട്ടം താണുപിള്ളയെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ മാത്രം പരാജയപ്പെട്ടു. ആ പരാജയമാണ് 1957 തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായത്. അദ്ദേഹത്തെ തോൽപ്പിച്ചത് അക്കാലത്തെ ഒരു യുവ അഭിഭാഷകനായിരുന്ന പിൽക്കാലത്ത് കേരള ഹൈക്കോടതിയിലെ കൊടികെട്ടിയ വക്കീലായി മാറിയ എസ് ഈശ്വരയ്യരായിരുന്നു.